ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. മിഴിമോന് പനിയാണ്. ഇതാ കണ്ടോ, പനിയായിട്ട് തുണിയെല്ലാം നനച്ച് വെച്ചേക്കുവാണ്. ഹോസ്പിറ്റലിൽ പോകുന്നതാ. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആവട്ടെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പിന്നെ ഒരുങ്ങി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ മിഴി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി. മിഴി ഇങ്ങോട്ട് നോക്ക്. ഇതാ കണ്ടോ, ഞങ്ങൾ പോകാൻ റെഡി ആയിക്കുവാണ്. ഞങ്ങൾ ഇനി ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഗൈസ്. നടക്കുകയാണ്. ഞങ്ങളപ്പോ നടക്കുകയാണ് റോഡിലോട്ട്. ഗൈസ്, ഇതാണ് അപ്പോൾ കുളങ്ങര അമ്പലം. ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് പള്ളികളൊക്കെ. രണ്ട് പള്ളികളൊക്കെയാണ് ഇവിടുത്തെ ഉത്സവത്തിന് കത്തിക്കുന്നത്. രണ്ട് കരക്കാരുടെ ഇതായിട്ട് വിഷുവിന് കൊടി കയറുന്നതാണ്. 23-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം. വലിയ ഉത്സവമാണ്. കുറേ കാളുകെട്ട് എല്ലാമായിട്ട് നല്ല അടിപൊളി ആഘോഷമാണ് ഇവിടുത്തെ. അപ്പം നമ്മൾ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ചെങ്ങന്നൂർ ജോർജ് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് മിഴിയെ കാണിക്കുന്നത്. എന്നെയും മാനസയെ കുഞ്ഞിലെ തൊട്ട് കാണിക്കുന്ന ആ ഡോക്ടറെയാണ്. അപ്പോൾ ഇവക്കും ആ മരുന്ന് തന്നെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടറിൻ്റെ അടുക്കലോട്ട്. ഡോക്ടറിൻ്റെ വീട്ടിലാണ് പോകുന്നത്. ഡോക്ടർ ക്ലിനിക്കിലുണ്ട് രാവിലെ. അപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ആകുമ്പം ഇവളെ കൊണ്ട് രാവിലെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പനി വല്ലതും കൂടിയാലോ എന്ന് വെച്ച്. അപ്പോൾ ഞങ്ങൾ ഉച്ചയായിട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ദാ ഇത് മഹാദേവ ക്ഷേത്രമാണ്. രണ്ട് കണ്ടത്തിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നല്ല ശക്തിയുള്ള അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ ദാ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് തെങ്ങുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിന് റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടും. വണ്ടിയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇച്ചിരൂടെ ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ടും ഒക്കെ. അപ്പോൾ നമ്മളിതാ നമ്മുടെ വീട്ടിൽ നല്ല ദൂരമുണ്ട് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിഴി അപ്പോൾ ഇച്ചിരി കുരുത്തക്കേടും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം പുലൂർ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു പള്ളിയുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഞങ്ങളിൻ്റെ ഒരു കപ്പേളയുണ്ട്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങളിതാ പുലൂർ എത്താറായിട്ടുണ്ട്. ഇവിടെ അടുത്താണ് പുലൂർ ഗണപതി ക്ഷേത്രം. ഇതാണ് ഞാൻ പറഞ്ഞ പുലൂർ ഗണപതി ക്ഷേത്രം. നല്ല ശക്തിയുള്ള അമ്പലമാണ്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെങ്ങന്നൂരോട്ട് പോകുന്നതിൻ്റെ പാതി വഴി എത്തിയേക്കുവാണ്. പുലൂരെന്ന് പറയുമ്പോൾ പാതി വഴിയാണ്. അപ്പം ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിഴി നല്ല വഴക്കും കാര്യങ്ങളൊക്കെയാണ്. കുസൃതിയാണ്. കൊന്നത് പനിയും കൂടെ ആണ്, നിർബന്ധമൊക്കെയാണ്. അപ്പം അമ്മ ഇങ്ങനെ പാട്ടും കഥയൊക്കെ ആയിട്ട് പറഞ്ഞ് അവളെ കൊണ്ട് പോവുകയാണ് ഒരു വിധത്തിൽ. അപ്പോൾ ഇവിടെ അമ്മയ്ക്കും പനിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാനസയ്ക്കും ചെറിയ പനിയായിരുന്നു. വൈറൽ ഫീവർ ആയിരുന്നു. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴും മിഴിക്ക് പനി വരാറുണ്ട്. അപ്പം നമ്മളിതാ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇവിടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ദാ ഈ ടണലിൻ്റെ മുകളിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഒരു ട്രെയിൻ നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ ദാ നമ്മളതിലേക്കൂടെ പോവുകയാണ്. അപ്പം ഈ ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥിരം പോകാറുള്ളതാണ് അമ്പലത്തിൽ. നല്ല ശക്തിയാണ് ഇവിടുത്തെ മഹാദേവന്. അപ്പോൾ ഞങ്ങൾ ദാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദൂരമൂടെ ഉള്ളൂ ഡോക്ടറെ അടുക്കലോട്ട് പോകാനായിട്ട്. ഉണ്ട്. അപ്പോൾ അവൾ കൈയെല്ലാം ഓരോന്ന് കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്താണ് പോകുന്നത്. അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൾ അടങ്ങിയിരിക്കത്തില്ല. ഒന്നത് പനിയും കൂടെ ആയപ്പോൾ അതിൻ്റെ നിർബന്ധവും ഒക്കെ ഉണ്ട് അവൾക്ക്. പിന്നെ തല തൊപ്പിയൊക്കെ വെച്ച് കെട്ടിയേക്കുവാണ്. കാറ്റടിച്ച് ഇനി അടുത്ത ചുമയും കാര്യങ്ങളും ഒന്നും വരണ്ടെന്ന്. ഡോക്ടർ ഇല്ലായിരുന്നു 2 ദിവസം. അപ്പം ഞങ്ങൾ ചീട്ട് കാണിച്ച് അവൾക്ക് മരുന്ന് കൊടുക്കുമായിരുന്നു. അപ്പം ചെറിയ ചുമ പോലെ പിന്നെ തുടങ്ങി. അതാ ഞങ്ങളിപ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ സ്മാർട്ട് ബസാർ ഇതാ ഇവിടെ കയറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പം ഇതാ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദാ നല്ല ട്രാഫിക്കുണ്ട്. കുറച്ച് നേരം ഇവിടെ നിന്നാലേ ഈ ട്രാഫിക് ഇനി മാറത്തുള്ളൂ. അകത്തോട്ട് കയറാനുള്ള. അപ്പോൾ അവളെ അടങ്ങിയിരുത്താൻ വേണ്ടി ഞങ്ങൾ ആ കുഞ്ഞിനെയൊക്കെ കാണിക്കുമായിരുന്നു ആ ടെക്സ്റ്റൈൽസിൽ. അപ്പോൾ ഞങ്ങളിതാ കുറച്ചുകൂടെ ദൂരങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ടൗണിലാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഏകദേശം ഒരു നന്ദാവനം എവിടെയാണ് ഡോക്ടറിൻ്റെ വീടുള്ളത്. അപ്പോൾ അങ്ങോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല ട്രാഫിക്കാണ്. ഡോക്ടറുടെ ആ വീടിൻ്റെ ഫ്രണ്ടിലെന്ന് പറയുമ്പം എത്ര നേരം നിന്നാലും ക്രോസ് ചെയ്തെടുക്കാൻ നല്ല പാടാണ് വണ്ടി. അപ്പം കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നു പോകുമ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം നടന്നു പോയിട്ടുണ്ട് സ്കൂട്ടർ ചീത്തയായ സമയത്ത്. അപ്പം ഞങ്ങൾ ബസ്സിനായിരുന്നു പോയത്. അപ്പം നടക്കണമായിരുന്നു, അങ്ങോട്ട് ബസ് റൂട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം നടക്കുന്ന സമയത്ത് നല്ല പാടാണ്, ബസ് അങ്ങോട്ട് പോകാത്തതുകൊണ്ട്. അപ്പം എന്താ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നിടത്താണ് ഡോക്ടറിൻ്റെ വീട്.
അപ്പം ഞങ്ങളിതാ ഡോക്ടറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ KC ജോർജ് എന്നാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ വരുന്നതിനേക്കാളും നാൾ കുറവാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എത്തി. ഭാഗ്യം കൊണ്ട് നേരത്തെ കണ്ടിട്ട് ഇനി ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതാ കാറ്റൊക്കെ അടിച്ചാടാ മുടിയെല്ലാം മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ്. ആ തൊപ്പി അയക്കാൻ വേണ്ടി കിടന്ന് വെപ്രാളം തല്ലുവാണ്. അമ്മ അതെല്ലാം അയച്ച് ഹെൽമെറ്റ് എല്ലാം വെക്കുന്ന സമയം കൊണ്ട് നല്ല കുരുത്തക്കേട് അവിടെ ഒപ്പിച്ചവൾ നടക്കുകയും ആ ഷൂവിൻ്റെ ആ ഹോളിലൂടെ പിറ്റിൽ കയറ്റുകയൊക്കെ ചെയ്യുകയാണ്. പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല. പനിയായാലും ശരി ഞങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല. അതങ്ങനെയാണ് അവൾ നോർമലി അങ്ങനെയാണ്. വീട്ടിലായാലും ശരി വെള്ളത്തിൽ കളിയാണ്, എപ്പോഴും വെള്ളത്തിൽ കളിയാണ്. പനിയായാലും ശരി എന്തായാലും ശരി വെള്ളത്തിൽ നിന്ന് മാറത്തില്ല. അപ്പം ഞങ്ങളിതാ ഒരു കണക്കിന് ആളെ പിടിച്ച് ഇവിടെ ഇരുത്തുകയാണ്. ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം കുറച്ച് പേരിവിടെ വന്നിട്ടുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. അപ്പം അമ്മ അവളെ ഒരു കണക്കിന് പിടിച്ചിരുത്തി തലയൊക്കെ തലോടി കൊടുത്ത് കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ കയറുന്നില്ല, അമ്മയും മിഴിയും കൂടെ ഡോക്ടറെ കാണാൻ കയറി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി. തൊപ്പി വെക്കാൻ ജന്മം ചെയ്താൽ സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് വന്നത് തന്നെ എന്തോ കാര്യം കൊണ്ടാണ് അവൾ വെച്ചിട്ട് വന്നത്. അപ്പോൾ അവിടെ മരുന്നിൻ്റെ ഒരു കവർ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. ആ കവറ് കൈ വെച്ച് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് തരുന്നില്ല. അങ്ങനെ ഞാൻ എന്താ കയറി ഞങ്ങൾ പോവുകയാണ് ഇനി തിരിച്ച് വീട്ടിലോട്ട്. ഇവിടുത്തെ ഇറക്കം നല്ല ഇതാണ്. ഇച്ചിരി ബ്രേക്കിന് നല്ലൊരു ഇഷ്യൂ ഉണ്ട് സ്കൂട്ടറിൻ്റെ. അപ്പം ഇച്ചിരി പാടാണ് ഇറങ്ങാനായിട്ടും, പിന്നെ ഇച്ചിരി നല്ല ഇറക്കവും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പം ഞാൻ ഇതിലൂടെ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഈ അപ്പുറത്തെ വീട്ടിലുള്ള കരിയാപ്പല നല്ലോണം ഇങ്ങനെ കിളിച്ച് മണ്ടക്കോട്ട് ആർത്ത് നിൽക്കുന്നതായിട്ട്. അപ്പം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പം അവൾ അങ്ങോട്ട് പോയപ്പോഴാണ് പറഞ്ഞുകൊണ്ടാണ് പോയ അമ്മേ എനിക്ക് ലേസ് വേണം. അപ്പം ഞങ്ങൾ വീട് എത്താറായപ്പോഴത്തേക്ക് ഒരു കടയിൽ നിർത്തി, ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ നിർത്തി. അങ്ങനെ ഇതാ ലേസ് മേടിക്കാനായിട്ട് പോവുകയാണ്. ജ്യൂസും വെള്ളം കണ്ടപ്പോൾ ജ്യൂസും വെള്ളം വേണമെന്ന് പറഞ്ഞു. പിന്നെ തണുപ്പായതുകൊണ്ട് ലേസ് തന്നെ മേടിക്കാമെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ OK ബിരിയാണി മതി എന്നവൾ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ OK ബിരിയാണി എടുത്ത്. പിന്നെ ചായയ്ക്ക് പാലും പിന്നെ അവൾക്ക് കുറച്ച് മുക്കി കഴിക്കാനുള്ള റസ്ക്കും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതെല്ലാം മേടിച്ച് അമ്മ OK ബിരിയാണി തന്നെയാണ് അവൾക്ക് മേടിച്ച് കൊടുത്തത്, അത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവൾ നോക്കി നിൽക്കുകയാണ്. അമ്മേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതാ ഞങ്ങളത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ബായ്.